ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാൻ ഇന്നാരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മ ഇതാ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളെ യേശുവിലേക്ക് വളർത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ഈ സ്നേഹസ്പർശന കൂട്ടായ്മയുടെ 5-ാം ദിവസത്തിൽ പരിശുദ്ധ അമ്മ ഇന്ന് വളരെ വ്യക്തിപരമായ ഒരു സുവിശേഷ ചൈതന്യമാണ് നമുക്ക് പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. നമുക്കറിയാം എങ്ങോട്ടാണ് മറിയം യാത്രയായതെന്ന്. പരിശുദ്ധ മറിയം കടന്നു ചെന്നത് എലിസബത്തിൻ്റെയും സഖറിയായുടെയും ഭവനത്തിലേക്കാണ്. ആ ഭവനത്തിൽ മറിയത്തിൻ്റെ സാന്നിധ്യം വഴി സംഭവിക്കുന്ന കാര്യങ്ങളും നമുക്കറിയാം. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. മറിയം ഈ തീരുമാനമെടുത്തത്, മറിയം സ്വന്തം ആയിരിക്കുന്ന ഇടത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ സഹായിക്കുവാൻ പരസ്നേഹ ചൈതന്യ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എപ്പോഴാണ്? ഉത്തരം വളരെ വ്യക്തമാണ്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവിക ഇടപെടൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ആ മറിയം ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്നുള്ളത് സ്വന്തം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് വലിയ ഒരു പരസ്നേഹ ശുശ്രൂഷയ്ക്കാണ്. അതുകൊണ്ട് ഇതാ പരിശുദ്ധ അമ്മ ഇന്ന് ഈ സ്നേഹസ്പർശനത്തിൻ്റെ ഈ ധന്യനിമിഷത്തിൽ നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് വലിയ ഒരു പരസ്നേഹ ചൈതന്യ പ്രവൃത്തിയിലേക്കാണ്. പൊതുവെ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ, എൻ്റേത് എന്ന് തുടങ്ങിയിട്ടുള്ള ചില വാക്കുകളാണ്. ഞാനെന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിത്തീരുന്ന സ്വാർത്ഥതയുടെ ചില കെട്ടുകൾ. ആ സ്വാർത്ഥതയുടെ കെട്ട് പൊട്ടിക്കാനാണ് ഇന്ന് ദിവ്യകാരുണ്യനാഥൻ മറിയത്തിലൂടെ നമ്മളെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു ആത്മീയത എന്ന് പറയുന്നത്, ആർക്കൊക്കെ ദൈവീകമായ ഇടപെടലുകൾ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്താണ് പിന്നീട് ചെയ്തത്? ഈ വിഷയം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം വ്യക്തമായി ഓരോരുത്തരും പറയുന്ന കാര്യം, അവർക്ക് കിട്ടിയ ദൈവീക അനുഭവവും പിടിച്ചുകൊണ്ട് അവർ മാറിയിരുന്ന് ശാന്തരായി കഴിഞ്ഞു എന്നല്ല, മറിച്ച് കിട്ടിയ അനുഭവത്തെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് അവർ വെച്ചു വിളമ്പിക്കൊടുത്തു. നമ്മിൽ നിന്നും ഈ കാലഘട്ടം ആഗ്രഹിക്കുന്ന വലിയ ഒരു ദൗത്യമാണ്.
പരിശുദ്ധ മറിയത്തെക്കുറിച്ച് വചനം പറയുന്നത്, പരിശുദ്ധ മറിയവും ദൈവദൂതനന്തരും തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞ് പരിശുദ്ധ മറിയം എടുക്കുന്ന ആദ്യത്തെ നിലപാട്, എൻ്റെ ഉള്ളിൽ ലഭിക്കപ്പെട്ട ഈ കൃപ ഞാനിനി മറ്റ് അനേകം പേർക്ക് കൊടുക്കണം. അതിനുള്ള തീഷ്ണതയാണ് ചില വാക്കുകളിലൂടെ ലൂക്കാ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. വെറുതെ യാത്ര ചെയ്തു എന്നുള്ളതല്ല, തിടുക്കത്തിൽ. കാരണം തീഷ്ണത അത്രമാത്രമുണ്ട്. ലഭിച്ച അഭിഷേകം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തീഷ്ണത. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം മനോഹരമായിട്ടുള്ള ചില അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചു ചേർക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം തിരുവചനം. അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് യേശുവിൻ്റെ കൂടെ ജീവിച്ച 2 ശിഷ്യന്മാരെ കുറിച്ചാണ്. അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു? ഒരൊറ്റ ദിവസം അവർ യേശുവിൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം മുഴുവൻ പുത്തൻ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. അതിനുശേഷം അവർക്ക് എന്തു സംഭവിച്ചു? 41-ാം തിരുവചനം. അവൻ ആദ്യമേ തൻ്റെ സഹോദരൻ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. ഒരു വ്യക്തി എടുക്കുന്ന ഒരു നിലപാട്. ആ വ്യക്തി ദൈവീക അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പോവുകയാണ്. ആരുടെ അടുക്കലേക്കാണ്? നമ്മളൊക്കെ പിന്നീട് ശക്തനായിട്ട് തിരിച്ചറിയുന്ന ശിമയോൻ്റെ പക്കലേക്ക് ചെന്നിട്ട് പറയുക, ഞാൻ ക്രിസ്തുവിനെ കണ്ടു, ക്രിസ്തുവിനെ കണ്ടു. യോഹന്നാൻ്റെ തന്നെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം ഇങ്ങനെയുണ്ട്. പീലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, യേശുവിൻ്റെ മകൻ നസ്രത്ത് എന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. സാക്ഷ്യമാണ്. ഒരു ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി അതും പൊത്തിപ്പിടിച്ചോണ്ടിരിക്കില്ല, മറിച്ച് അത് വിട്ട് ജനതയുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കും. മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷ്യമായിട്ട് മാറും. പരിശുദ്ധ അമ്മ നമ്മളെ ഇന്ന് അപ്രകാരം ഒരു അനുഭവത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. സമറിയാക്കാരിയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ മനോഹരമായിട്ടൊരു വചനം കുറിച്ച് വെച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം വചനം പറയുന്നു, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ഒരൊറ്റ സമരിയാക്കാരി മൂലം ഒരു പട്ടണം മുഴുവൻ യേശുവിൻ്റെ പക്കലേക്ക് വരികയാണ്. ചോദ്യം ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നോടാണ്. നിന്നിലൂടെ ഇന്നോളം ആരെങ്കിലും യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്നുവരെ നിന്റെ ജീവിതത്തിൽ നീ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം. ഒരു ആയുസ്സിൻ്റെ പരാജയമെന്ന് പറയുന്നത് യേശുവിനെ പങ്കുവെച്ചു കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നതാണ്. നീ എന്തായി എന്നുള്ളതല്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ വിജയത്തെ കണക്കാക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. ഞാൻ ഡോക്ടറായി, ഞാൻ എൻജിനീയറായി, ഞാൻ വക്കീലായി, അങ്ങനെ തുടങ്ങി ചില സ്ഥാനമാനങ്ങൾ, ഞാൻ നേടിയ കുറേ സമ്പത്ത്, കുറേ അംഗീകാരങ്ങൾ, അങ്ങനെ തുടങ്ങിയ ലോകത്തിൻ്റെ മുമ്പിലുള്ള പലതും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ഈ സമയം നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ മൂലം എത്ര പേർക്ക് യേശുവിനെ പകർന്നു കൊടുക്കാൻ സാധിച്ചു? ഉടനെ തന്നെ അനേകം പേരുടെ ഉള്ളിൽ വരുന്ന ചില ചിന്തകളുണ്ട്. അതിനാണല്ലോ അച്ഛന്മാരും കന്യാസ്ത്രീമാരും, അതിനല്ലേ മിഷനറി പ്രവർത്തകർ. ഞങ്ങളുടെ ദൗത്യം എന്നുള്ളത് ഞങ്ങൾ വീട്ടിനുള്ളിൽ ശാന്തമായിട്ട് കഴിയുക എന്നുള്ളതല്ലേ? തെറ്റാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവമകനും ദൈവമകളും സ്വഭാവത്താലെ മിഷനറിമാരാണ്. നമ്മളെല്ലാവരും യേശുവിൻ്റെ അംബാസിഡേഴ്സാണ്. അംബാസിഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി. യേശുവിൻ്റെ നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടിയിരിക്കുന്ന സ്വർഗീയ രാജ്യത്തിൻ്റെ അംബാസിഡേഴ്സാണ് നമ്മളെല്ലാവരും. പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്രകാരമുള്ള ഒരു പരസ്നേഹ പ്രവൃത്തി. ഈ പരസ്നേഹ പ്രവൃത്തിക്ക് നിനക്ക് എത്രമാത്രം താല്പര്യമുണ്ട്?
അതോ ഞാൻ എൻ്റേത്, എൻ്റെ മാത്രം, എൻ്റെ വീട്, എൻ്റെ സമ്പത്ത്, ഞാൻ എന്നിവയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന ആ കൂടാരത്തിൻ്റെ മതിലൊന്ന് പൊട്ടിച്ച് നീ പുറത്തേക്കിറങ്ങുക, യേശുവിനെ പങ്കുവെച്ച് കൊടുക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചുറ്റുവട്ടത്തും പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാകും. അതിലൊന്നിങ്ങനെയാണ്, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഒത്തിരി പരസ്നേഹ ശുശ്രൂഷകൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക, എങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് നിലനിൽക്കുന്നത്. ചില സ്ഥാപനങ്ങൾ പൊട്ടിമുളച്ചു വന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവയെല്ലാം നിന്നുപോയി. കാരണം എന്താണ്? ദൈവമഹത്വമില്ലാതെ ഒരുപക്ഷെ നിരീശ്വരവാദികളും ദൈവനിഷേധകരും അതോടൊപ്പം തന്നെ ചില സംഘടനകളും ഒക്കെ പരസ്നേഹ ശുശ്രൂഷകളൊക്കെ ആരംഭിക്കും. പക്ഷേ അവ നിലനിൽക്കുന്നില്ല. കാലം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു, ദൈവമഹത്വമില്ലാതെ ആരംഭിച്ച പരസ്നേഹ ശുശ്രൂഷകളെല്ലാം നമ്മുടെ മുമ്പിൽ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിട്ടുണ്ട്. അതുകൊണ്ടല്ല മദർ തെരേസയ്ക്കൊക്കെ ഇത്രമാത്രം ജനതയുടെ മുമ്പിലുള്ള ഡിമാൻഡ്. മദർ തെരേസയൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതെൻ്റെ മഹത്വത്തിനുള്ളതല്ല, മറിച്ച് ദൈവമഹത്വത്തിനുള്ളതാണ്. ഈ ഭൂമിയിൽ ഒരു നിയോഗത്തോടു കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അപ്രകാരമുള്ള ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് പരിശുദ്ധ മറിയം ക്ഷണിക്കുകയാണ്. നിറവയറോടുകൂടെ ജീവിക്കുന്ന എലിസബത്തിനെ കാണാൻ മറ്റൊരു ഗർഭവതിയായ സ്ത്രീ പുറപ്പെടുന്നു. തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നു. അത്രമാത്രം തീഷ്ണതയുണ്ട്. ഓരോ ദിവസവും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ട ചോദ്യവും, ഞാൻ ഒരു പരാജയമാണോ വിജയമാണോ? പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും മാനദണ്ഡം എന്ന് പറയുന്നത് എത്രമാത്രം ഞാൻ മറ്റുള്ളവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അവരെപ്രകാരം സ്വീകരിച്ചു എന്നുള്ളത് രണ്ടാം തരം. പക്ഷേ നീ എപ്രകാരം പകർന്നു കൊടുത്തു എന്നുള്ളതാണ് നിന്നോടുള്ള വെല്ലുവിളി. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അപ്രകാരം ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് ഈ സമയം പരിശുദ്ധ മറിയം സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നീ ഉറപ്പിക്കേണ്ട കാര്യം, ഒരുപക്ഷെ ജീവിതത്തിൽ പ്രായമേറിയ എന്നൊക്കെ ചിന്തയുണ്ടോ? ഒരുപക്ഷെ ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു ചിന്തയുണ്ടോ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊരു ചിന്തയുണ്ടോ? തെറ്റാണ്. നിന്നെക്കൊണ്ട് സാധ്യമാണ്. നിനക്കെത്ര വയസ്സ് പ്രായമുണ്ടെങ്കിലും ഒരുപക്ഷെ നിന്നെക്കൊണ്ട് ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിവില്ല എന്ന് നീയോ നിൻ്റെ വീട്ടുകാരോ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും, എത്ര വലിയ രോഗിയാണെങ്കിലും വലിയൊരു സാധ്യതയുണ്ട്. എന്താണ്? യേശുവിന് വേണ്ടി നിലകൊള്ളുക. ലോക ജനതയോട് വിളിച്ചു പറയുക, ഞാൻ അനുഭവിച്ച ഒരു ക്രിസ്തുവുണ്ട്, ആ ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകമായി ഈ കൊറോണയുടെ ദുരിതത്തിൻ്റെ കാലഘട്ടത്തിൽ നിനക്ക് മറ്റുള്ളവരോട് പറയാം, ഈ ദുരിതത്തിനിടയിലും നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ആ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാം. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ തിടുക്കത്തിൽ യാത്ര ചെയ്ത ആ തീഷ്ണത ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആരാധന സമയത്ത് ഇപ്രകാരമുള്ള മറ്റുള്ളവർക്ക് പരസ്നേഹ ശുശ്രൂഷ ചെയ്യാനുള്ള തീഷ്ണത നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധനയുടെ അത്ഭുതങ്ങളുടെ സമയം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ മറിയത്തിലുണ്ടായിരുന്ന ഈ വലിയ തീഷ്ണത, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് നന്മ ചെയ്യാനുള്ള തീഷ്ണത ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള വലിയ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഈ സമയം നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ തീഷ്ണതയിൽ നമുക്കെല്ലാവർക്കും ജ്വലിക്കാം. ഈ ശുശ്രൂഷ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് പങ്കെടുക്കുന്നവരുണ്ട്. നിങ്ങളുടെ ജീവിതം അതെന്തു തന്നെയാണെങ്കിലും അത് യേശുവിനെ സമർപ്പിച്ച് ഒരുമിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം,
ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സമയം ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, കോടാനുകോടി ജനതതി ദാ നമ്മളോടൊപ്പമുണ്ട്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും കർത്താവിനെ സ്തുതിക്കാൻ, ആരാധിക്കാൻ ഒരു തീരുമാനമെടുക്കുക. സന്തോഷത്തോടുകൂടി ഈ ആരാധന സമയം കൈകളെ കടിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം, ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആമേൻ. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. സാധിക്കുമെങ്കിൽ കരങ്ങളൊക്കെ ഉയർത്തി കൈയടിച്ചു. ഓ ദൈവമേ, തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കരങ്ങളടിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നൽകുന്ന വലിയ തീഷ്ണത നമ്മിൽ നിറയട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തീഷ്ണത നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വരികൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെട്ട തീഷ്ണത ലഭിക്കട്ടെ, ശുശ്രൂഷയ്ക്കുള്ള അഭിഷേകം ലഭിക്കട്ടെ. ചേർന്ന് ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ച പോൽ, അപ്പോസ്തലർ ജയിലറയിൽ ആരാധിച്ച പോൽ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ച പോൽ, കഷ്ടതയിൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ച പോൽ, അപ്പോസ്തലർ ജയിലറയിൽ ആരാധിച്ച പോൽ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ച പോൽ, കഷ്ടതയിൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കാം, ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവേ. ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു നന്നായിട്ടൊന്ന് സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ ആരാധന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ, എല്ലാ മരവിപ്പും കർത്താവ് മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകം നമ്മിലേക്ക് ചൊരിയപ്പെടട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി ഈ സമയം പ്രാർത്ഥിക്കുന്ന ദൈവജനമേ നമ്മിലേക്ക് കടന്നു വരട്ടെ. തീഷ്ണതയാൽ ജ്വലിക്കട്ടെ, തീഷ്ണതയാൽ ജ്വലിക്കട്ടെ. എല്ലാ മേഖലകളും തുറക്കപ്പെടട്ടെ. പുത്തൻ അഭിഷേകം നിറയപ്പെടട്ടെ, പുത്തൻ അഭിഷേകം നിറയപ്പെടട്ടെ. കൈകളടിച്ചു, നന്നായിട്ട് കൈയടിച്ചു. പാടാം, പാടാം, പാടി പ്രാർത്ഥിക്കാം. ആദ്യ സഭവാളിൻ മുന്നിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ച പോൽ, ആദ്യ സഭവാളിൻ മുന്നിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ച പോൽ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കും. ആരാധിക്കാം, ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ചേർന്ന് പാടി ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവേ. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. കൈകളടിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിറയപ്പെടട്ടെ. ഈ ആരാധന ഒരു പുതിയ അഭിഷേകത്തിന്റെ വഴി തുറക്കട്ടെ. നിരാശയുടെയും ദുഃഖത്തിന്റെയും ഈ മഹാദുരിതത്തിന്റെ കാലഘട്ടത്തിൽ കർത്താവിത പുത്തൻ അഭിഷേകം നൽകട്ടെ.
ഉണർവിന്റെ അഭിഷേകം, ഉന്മേഷത്തിന്റെ അഭിഷേകം, പ്രത്യാശയുടെ അഭിഷേകം. ആമേൻ. എല്ലാ നാമം നിന്റെ നാമം പാടിയിടുന്നു, സ്നേഹരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാ നാമം നിന്റെ നാമം പാടിയിടുന്നു, സ്നേഹരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാ മുട്ടും നിന്റെ മുൻപിൽ മടങ്ങിയിടുന്നു, ദൈവരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാ മുട്ടും നിന്റെ മുൻപിൽ മടങ്ങിയിടുന്നു, ദൈവരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. യേശുവേ, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. യേശുവേ, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആമേൻ, ആമേൻ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. യേശുവേ, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. എല്ലാവരും ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. യേശുവേ, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആമേൻ, ആമേൻ. ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. എല്ലാവരും ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആമേൻ. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. യേശുവേ, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആമേൻ. ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. ഒരു പുതിയ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, ഒരു പുതിയ ശക്തി വ്യാപരിക്കപ്പെടട്ടെ, കൃപ കൊണ്ട് നിറയപ്പെടട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ, യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള തീഷ്ണത ഇതാ പരിശുദ്ധ മറിയം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുകയാണ്. ഈ ആരാധന സമയത്ത് കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ വല്ലാത്ത മരവിപ്പും മുരടിപ്പും, ഒരു ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്ത വണ്ണമുള്ള അസ്വസ്ഥത, ഇതാ യേശു നിന്റെ അപ്രകാരമുള്ള മരവിപ്പിനെ എടുത്തു മാറ്റട്ടെ. നിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു അഭിഷേകം നിറയപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞ ചില വാക്കുകൾ മൂലം ഇനിയൊന്നും ശുശ്രൂഷ വേണ്ട, ഇനി ഈശോയെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കും എന്നിങ്ങനെയുള്ള തെറ്റായ ചില ചിന്തകൾ നിങ്ങളുടെ തലയ്ക്കകത്തുണ്ടെങ്കിൽ ഈ സമയം അപ്രകാരമുള്ള ആ ചിന്തകൾ എടുത്തു മാറ്റപ്പെടട്ടെ. യേശുവിനെ എവിടെയെല്ലാം പങ്കുവയ്ക്കാൻ സമയവും സൗകര്യവും ലഭിക്കുന്നുവോ അവിടെയെല്ലാം ഞാൻ പങ്കുവയ്ക്കും. അതിനുവേണ്ടി ഞാൻ തീഷ്ണതയോടുകൂടി ആഗ്രഹിക്കും. ഈ ഭൂമിയിൽ യേശുവിനെ പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ പരാജയപ്പെട്ടാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ പരാജയം. എൻ്റെ നേട്ടമെന്നുള്ളത് യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ഇതാ നമ്മളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ദൈവിക അനുഭവങ്ങൾ സ്വീകരിച്ചകത്തിരിക്കുക മാത്രമല്ല, പുറത്തേക്കിറങ്ങട്ടെ. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ ഉള്ളിൽ ആത്മീയാനന്ദം നൽകുന്ന ഈ ദൈവിക അനുഭവം പങ്കുവയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ആഗ്രഹത്തോടുകൂടി ഈ സമയം ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഈശോ ആശീർവദിക്കുമ്പോൾ ഈ ഒരൊറ്റ ആഗ്രഹം പരിശുദ്ധ അമ്മ വഴി നമ്മിൽ സംഭവിക്കട്ടെ. എന്തിനുള്ളതാണ്? എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയാനുള്ള കൃപ. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ സംഭവിക്കട്ടെ. നമുക്കൊരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാ
മനസ്സിൽ നീണാൾ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ